ന്യൂസിലേക്ക് സ്വാഗതം. രാമവർമ്മപുരം സർക്കാർ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. ഇരിങ്ങാലക്കുട സ്വദേശി അങ്കിത്താണ് കൊല്ലപ്പെട്ടത്. മറ്റൊരു അന്തേവാസിയായ 15-കാരനാണ് ആക്രമിച്ചത്. ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. നൃത്താധ്യാപകനായ RLV രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായി കേരള കലാമണ്ഡലത്തിൽ ചുമതലയേറ്റു. കാൽനടയാത്രക്കാർക്ക് അപകടക്കെണിയൊരുക്കി തൃശൂർ നഗരത്തിലെ നടപ്പാതകൾ. തടസ്സമാകുന്നത് കാനകളുടെ തകർന്ന സ്ലാബുകളും നടപ്പാതയിലെ അനധികൃത കച്ചവടവും. രാജ്യം കാത്തിരുന്ന സ്പേസ് ഡോക്കിംഗ് ദൗത്യം വിജയകരം. ഇന്ന് രാവിലെ ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്തു. ഇതോടെ സ്പേസ് ഡോക്കിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. ചേലക്കര പങ്ങാരപ്പള്ളിയിൽ നിന്നും കാണാതായ സ്കൂൾ വിദ്യാർത്ഥികളെ കണ്ടെത്തി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 വിദ്യാർത്ഥികളെയാണ് വടക്കാഞ്ചേരി കണ്ണമ്പ്രയിൽ നിന്നും ചേലക്കര പോലീസ് കണ്ടെത്തിയത്. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ കുത്തേറ്റു. വീട് കയറിയുള്ള കൊള്ളക്കിടെ നടനെ ആക്രമി കുത്തിയതായാണ് വിവരം. വീട്ടുജോലിക്കാരായ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂരിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാടോടി കുടുംബത്തിലെ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. താലപ്പൊലിക്കാവിൽ കച്ചവടം നടത്തുന്ന രാജസ്ഥാൻ സ്വദേശികളായ നാടോടി സംഘത്തിലെ നേന എന്ന യുവതിയുടെ 1 മാസം പ്രായമുള്ള മകൾ ദിവ്യാൻഷിയാണ് മരിച്ചത്. മണ്ണുത്തി കൊഴുക്കുള്ളിയിൽ ബൈക്കിലെത്തിയ 2-അംഗ സംഘം വീട്ടമ്മയുടെ മാല കവർന്നു. കൊഴുക്കുള്ളി സ്വദേശിനി ശാന്തയുടെ 2.5 പവന്റെ മാലയാണ് കവർന്നത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നടന്നു വരുന്നതിനിടെയാണ് സംഭവം. മാള പൂപ്പത്തിയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് മറിഞ്ഞു. 6 പേർക്ക് പരിക്ക്. മാളയിൽ നിന്ന് മാളവനയിലേക്ക് പോകുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ ഇന്ന് 3ാം താലപ്പൊലി ആഘോഷിക്കുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഗുരുതി രാത്രി 9 മണിക്ക് എടവിലങ്ങിലെ 18-ഓളം കോവിലകത്തു നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ തൃശൂർ കളക്ടറേറ്റ് പടിക്കൽ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര സെന്റ് ജോസഫ് ദേവാലയത്തിലെ അമ്പുതിരുനാളിനോടനുബന്ധിച്ചുള്ള ടൗൺ അമ്പ് തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് അമ്പ്, ലില്ലി എഴുന്നള്ളിപ്പ്, സഹൃദയ ബാൻഡ് മേളം, അമ്പ് പ്രദക്ഷിണം എന്നിവ നടക്കും. കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി യോഗം തൃശൂരിൽ ചേർന്നു. ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ലൈഫ് കെയർ മൂവ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ദിനാചരണം നടത്തി. സെമിനാർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ചിറളയം ഹോളി ചൈൽഡ്സ് കോൺവെന്റ് UP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം നടന്നു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് വീരോലിപ്പാടത്തെ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് അംഗങ്ങളെ CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PJ രാജു ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്തിലെ വികസന സെമിനാർ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വികസന പ്രവർത്തനങ്ങളുടെ കരട് പദ്ധതി രേഖാപ്രകാശനം ചെയ്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ തിരുനാളിനെ കൊടിയേറി ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ കൊടികയറ്റം നിർവഹിച്ചു. കാൽഡിയൻ സിറിയൻ LP സ്കൂൾ 98ാം വാർഷികം ആഘോഷിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചക്കോള യോഗം ഉദ്ഘാടനം ചെയ്തു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ IQAC NSS യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സാന്ത്വന പരിചരണ ദിനം ആചരിച്ചു. ജില്ലാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി ഡോക്ടർ K അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് ശക്തമായ കാറ്റിൽ കടലിലകപ്പെട്ട വഞ്ചിയും 2 തൊഴിലാളികളെയും മുനക്കക്കടവ് തീരദേശ പോലീസ് രക്ഷപ്പെടുത്തി. ചേറ്റുവയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ റയാൻ മാലിക് എന്ന വഞ്ചിയാണ് ആഴക്കടലിൽ അകപ്പെട്ടത്.
ശക്തമായ കാറ്റിൽ എരുമപ്പെട്ടി കുന്നത്തേരിയിൽ മരം കടപുഴകി വീണ് വൈദ്യുതി കാലുകളും വീടിന്റെ മുൻവശത്തെ ഷീറ്റും തകർന്നു. ഉമിക്കുന്ന് കുന്നത്തേരി സബ് റോഡിലാണ് മരം വീണത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന പന കടപുഴകി വീഴുകയായിരുന്നു. ശമ്പള കുടിശ്ശിക കിട്ടാത്തതിനെ തുടർന്ന് സമരപ്രഖ്യാപനവുമായി കലാമണ്ഡലത്തിൽ നിന്നും വിരമിച്ച ഒരു വിഭാഗം അധ്യാപകർ രംഗത്ത്. ഫെബ്രുവരി 24 മുതൽ അനിശ്ചിതകാല സമരം നടത്തും. പട്ടികജാതി യുവതിയെ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ച് കയറി കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് 6 വർഷവും 3 മാസവും തടവും 25,500 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കോടശ്ശേരി ചന്ദനക്കുന്ന് ദേശത്ത് തെക്കൻ വീട്ടിൽ ബിജുവിനെയാണ് SC/ST സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ കമനീസ് ശിക്ഷിച്ചത്. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനുള്ള 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ജില്ലാ TB സെന്ററിന്റെ നേതൃത്വത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ TB ഓഫീസർ ഡോക്ടർ അജയ് രാജൻ, തൃശൂർ ACSM ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ പ്രചരണ പരിപാടികൾ ശക്തിപ്പെടുത്താൻ DYFI. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ മയക്കുമരുന്നിന്റെ ഇരകളായി മാറുന്നതായി DYFI ജില്ലാ കമ്മിറ്റി. ഇരിങ്ങാലക്കുടയിൽ സമൂസയിൽ പല്ലിയെ കണ്ടെത്തിയതായി പരാതി. ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിയ സമൂസയിൽ നിന്നാണ് പല്ലിയെ കണ്ടെത്തിയത്. ചുവന്ന മണ്ണ് പൂവൻചിറ റോഡ് ടാറിംഗ് നടത്താത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. 1 വർഷം മുൻപ് മെറ്റൽ വിരിച്ച് റോഡ് ഇതുവരെയും ടാർ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. കൈപ്പറമ്പ് പഞ്ചായത്തിന്റെ LDF ഭരണസമിതിയുടെ വികസന വിരുദ്ധ നയങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് കൈപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടൂർ സെന്ററിൽ സമര പ്രഖ്യാപന സദസ്സ് സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. മണലൂർ പഞ്ചായത്തിൽ സാമ്പത്തിക ക്രമക്കേടും അഴിമതിയും സത്യപ്രതിജ്ഞ ലംഘനവും നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു. തുടർന്ന് പഞ്ചായത്ത് ഹാളിന് മുന്നിൽ പ്രതിഷേധ യോഗം ചേർന്നു. എളവള്ളി പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CWFI അഖിലേന്ത്യാ സെക്രട്ടറി ഷീല അലക്സ് ധർണ ഉദ്ഘാടനം ചെയ്തു. BJP മണലൂർ മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുത്ത KS ധനീഷിന് സ്വീകരണം നൽകി. BJP മണലൂർ മണ്ഡലം പ്രസിഡന്റായി KS ധനീഷ് 2ാം തവണയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. വാടാനപ്പള്ളി പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി ബാലസുരക്ഷാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ ഹ്രസ്വചിത്രത്തിന്റെ പ്രകാശനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ 9ാമത് തൃശൂർ റവന്യൂ ജില്ലാ സമ്മേളനം നാളെയും മറ്റന്നാളും വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ നടക്കും. നാളെ ജയശ്രീ മിനി ഹാളിൽ ഗുരുവന്ദനം പരിപാടിയോടുകൂടി സമ്മേളനത്തിന് തുടക്കം കുറിക്കും. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർമി ദിനാചരണം സംഘടിപ്പിച്ചു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. പൂത്തറക്കൽ ഗവൺമെന്റ് നഴ്സറി സ്കൂളിലേക്ക് പുതിയ ഫർണിച്ചർ വിതരണം ചെയ്തു. ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. കുടുംബശ്രീ സൂക്ഷ്മ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രാദേശിക വിപണിയിൽ സുലഭമാക്കുക എന്ന ലക്ഷ്യത്തോടെ മതിലകത്ത് മാർക്കറ്റിംഗ് കിയോസ്ക് ആരംഭിച്ചു. കിയോസ്കിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ നിർവഹിച്ചു. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതി നക്ഷത്രം ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി സുകുമാരൻ കൊടിയേറ്റം നിർവഹിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു.
കയ്പമംഗലം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. കലോത്സവം E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ഉത്സവ ബലി ഭക്തിസാന്ദ്രമായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിമാരായ വടക്കേടത്ത് താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരി, കല്ലേലി താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരി, മേൽശാന്തി രാഘവേന്ദ്ര ആചാര്യ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നീലത്തുമടം പ്രദീപ് കുമാർ അടികളുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ 3ാമത് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ പുരസ്കാരം രമേശൻ എംബ്രാന്തിരിക്ക് സമ്മാനിച്ചു. കോവിലകത്ത് നടന്ന ചടങ്ങിൽ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജപുരസ്കാര സമർപ്പണം നിർവഹിച്ചു. ഡെവലപ്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം ആർത്താറ്റ് കൃഷിഭവൻ പദ്ധതിയിലുള്ള തിരഞ്ഞെടുത്ത 25 കർഷകർക്ക് സബ്സിഡി നിരക്കിൽ ഡെൻഡ്രോബിയം ഇനം ഓർക്കിഡ് തൈകളും ചട്ടികളും വിതരണം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കും വിധം പെരുമാറിയ യുവാവിനെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. പ്രതി മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണെന്ന് പോലീസ് പറഞ്ഞു. കടവല്ലൂർ കരിക്കാട് പാടശേഖരത്തിൽ മുണ്ടകൾ കൊയ്ത്ത് തുടങ്ങി. 40 ഏക്കർ പാടശേഖരത്തിൽ 120 ദിവസം മൂപ്പുള്ള ഉമവിത്താണ് കൃഷിയിറക്കിയിരുന്നത്. കുന്നംകുളം നഗരസഭ ചെമ്മണ്ണൂർ പൂത്തൻകുളം AC മൊയ്തീൻ MLA നാടിനെ സമർപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷനായി. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകേതര ജീവനക്കാർക്കായി ഇംഗ്ലീഷ് ഭാഷാ പരിപാടി സംഘടിപ്പിച്ചു. അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് മുഖ്യാതിഥിയായി. കാട്ടൂർ പൊട്ടക്കടവ് പാലത്തിന് സമീപമുള്ള സ്ലൂയിസിന്റെ ഭാഗം തകരാറിലായ നിലയിൽ. തകർന്ന ഭാഗങ്ങളിലൂടെ ഓരിവെള്ളം കയറി കൃഷി നശിക്കാൻ കാരണമാകുമെന്ന് ആശങ്ക. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.